എല്ലാവർക്കും ഫാസ്റ്റ് ക്രിക്കറ്റ് മലയാളത്തിന്റെ ഏറ്റവും പുതിയ ലൈവ് അപ്ഡേറ്റിലേക്ക് സ്വാഗതം. ലോക ചാമ്പ്യന്മാരെന്ന ഹുങ്കുമായെത്തിയ ടീം ഇന്ത്യയെ ഐറിഷ് പട നാണം കെടുത്തിയിരിക്കുകയാണ്. ക്രിക്കറ്റ് ലോകം ഇന്നേവരെ കണ്ടിട്ടില്ലാത്ത വിധമുള്ള ഒരു അട്ടിമറിയാണ് UK മണ്ണിൽ ഇന്ന് അരങ്ങേറിയത്. വളരെ അനായാസം ഐറിഷ് ടീമിനെ തകർത്ത് കളയാമെന്ന വലിയ മോഹവുമായി ഗ്രൗണ്ടിലിറങ്ങിയ ഇന്ത്യക്ക് നേരിടേണ്ടി വന്നത് കരിയറിലെ തന്നെ ഏറ്റവും വലിയ ഷോക്കുകളിലൊന്നാണ്. ചരിത്രത്തിൽ ആദ്യമായാണ് ഏതെങ്കിലും ഒരു ഫോർമാറ്റിൽ അയർലാൻഡിനോട് ഇന്ത്യ അടിയറവ് പറയുന്നത്. മുമ്പ് കളിച്ച 8 T20കളിലും ഇന്ത്യയുടെ ഏകപക്ഷീയമായ വിജയക്കുതിപ്പായിരുന്നുവെങ്കിൽ ഇന്ന് കഥ മാറി മറിഞ്ഞിരിക്കുന്നു. പുതിയ ക്യാപ്റ്റൻ ശ്രേയസ് അയ്യരുടെ നേതൃത്വത്തിലുള്ള ടീമിന്റെ തുടക്കം തന്നെ വലിയ ദുരന്തത്തിലാണ് കലാശിച്ചിരിക്കുന്നത്. 34 റൺസിന്റെ ഞെട്ടിക്കുന്ന വിജയമാണ് ഐറിഷ് പട സ്വന്തമാക്കിയത്. ഇത് വെറും തോൽവി മാത്രമല്ല, ഇന്ത്യൻ ക്രിക്കറ്റിന്റെ ആത്മവിശ്വാസത്തിന് നേരെയുണ്ടായ വലിയൊരു തിരിച്ചടി കൂടിയാണ്. ആദ്യം ബാറ്റു ചെയ്ത അയർലൻഡിന്റെ പ്രകടനം ഇന്ത്യയുടെ എല്ലാ കണക്കുകൂട്ടലുകളും തകിടം മറിക്കുന്നതായിരുന്നു. ഇന്ത്യയുടെ ബൌളിംഗ് നിരയെ നിഷ്പ്രഭമാക്കിക്കൊണ്ട് 9 വിക്കറ്റുകൾ നഷ്ടത്തിൽ 182 റൺസ് എന്ന വലിയ ടോട്ടലാണ് ഐറിഷ് ടീം പടുത്തുയർത്തിയത്. 8ാം ഓവറിൽ 4 വിക്കറ്റ് നഷ്ടപ്പെട്ട് 51 റൺസ് എന്ന നിലയിൽ പതറിപ്പോയ അവസ്ഥയിൽ നിന്നും അവർ നടത്തിയ തിരിച്ചുവരവ് അതിഗംഭീരമായിരുന്നു. ക്യാപ്റ്റനും വിക്കറ്റ് കീപ്പറുമായ ലോർക്കൻ ടക്കറിന്റെ നായകന്റെ കളികെട്ടഴിച്ച പ്രകടനമാണ് അവരെ ഈ വമ്പൻ ടോട്ടലിലേക്ക് എത്തിച്ചത്. 4ാമനായി ഇറങ്ങിയ ടക്കർ 50 റൺസാണ് അടിച്ചുകൂട്ടിയത്. അദ്ദേഹത്തിന് മികച്ച പിന്തുണ നൽകി 49 റൺസെടുത്ത ഗെറിത് ഡെലാനിയും ക്രീസിലുണ്ടായിരുന്നു. ഡെലാനിയും ടക്കറും ചേർന്ന് നടത്തിയ കൂട്ടുകെട്ടാണ് ഇന്ത്യൻ ബൌളർമാരെ അക്ഷരാർത്ഥത്തിൽ വട്ടം കറക്കിയത്. 32 ബോളിൽ 3 വീതം 4ഉം 6ഉം സഹിതമായിരുന്നു ഡെലാനിയുടെ തകർപ്പൻ പ്രകടനം. ഡെലാനി ടക്കർ ജോഡി 44 ബോളിൽ 64 റൺസാണ് അടിച്ചുകൂട്ടിയത്. ആ ഘട്ടത്തിൽ ഇന്ത്യക്ക് വിക്കറ്റുകൾ വീഴ്ത്താൻ കഴിഞ്ഞിരുന്നുവെങ്കിൽ മത്സരം മറ്റൊന്നായേനെ. ഇന്ത്യയ്ക്ക് വേണ്ടി നീണ്ട ഇടവേളയ്ക്ക് ശേഷം മടങ്ങിയെത്തിയ പേസർ ഹർഷിത് റാണ 3 വിക്കറ്റുകൾ നേടി തിളങ്ങിയെങ്കിലും മറ്റു ബൌളർമാർക്ക് ഐറിഷ് ബാറ്റർമാരെ പിടിച്ചുകെട്ടാനായില്ല. അർഷദീപ് സിംഗും അക്ഷർ പട്ടേലും 2 വിക്കറ്റ് വീതം വീഴ്ത്തിയെങ്കിലും അയർലൻഡിന്റെ റൺവേഗത കുറയ്ക്കാൻ അവർക്കായില്ല. ഇനി ഇന്ത്യയുടെ ബാറ്റിംഗിലേക്ക് വന്നാൽ തുടക്കം മുതൽ തന്നെ ഇന്ത്യ പതറുന്ന കാഴ്ചയാണ് കണ്ടത്. 182 റൺസ് എന്ന വെല്ലുവിളി ഏറ്റെടുത്ത ഇന്ത്യയ്ക്ക് വേണ്ടി അഭിഷേക് ശർമ്മ മാത്രമാണ് അല്പമെങ്കിലും പൊരുതി നോക്കിയത്. അഭിഷേകിന്റെ ബാറ്റിംഗ് പ്രകടനം ഒരൊറ്റ വാചകത്തിൽ പറഞ്ഞാൽ സ്ഫോടനാത്മകമായിരുന്നു. 20 ബോളിൽ 250 സ്ട്രൈക്ക് റേറ്റിൽ 50 റൺസ് അടിച്ചുകൂട്ടിയ അഭിഷേക് ടീമിന്റെ അമരക്കാരനായി മാറി. എന്നാൽ മറുവശത്ത് മറ്റാരും ക്രീസിൽ നിലയുറപ്പിക്കാൻ പോലും തയ്യാറായില്ല എന്നത് വലിയൊരു പോരായ്മയായി. ശിവം ദുബെ 25 റൺസുമായി അല്പം പൊരുതിയെങ്കിലും അതും മതിയാകുമായിരുന്നില്ല. സഞ്ജു സാംസൺ, ഇഷാൻ കിഷൻ, ശ്രേയസ് അയ്യർ, തിലക് വർമ്മ, വാഷിംഗ്ടൺ സുന്ദർ, അക്ഷർ പട്ടേൽ തുടങ്ങി വമ്പൻ നിര തന്നെ ബാറ്റിംഗിൽ സമ്പൂർണ്ണ പരാജയമായി മാറി. റൺചേസിൽ ഇന്ത്യ ഓരോ തവണ പിടിമുറുക്കാൻ ശ്രമിച്ചപ്പോഴും വിക്കറ്റുകൾ തുടരെ വീണുകൊണ്ടിരുന്നു. ഒരു 40+ റൺസിന്റെ കൂട്ടുകെട്ട് പോലും ഇന്ത്യൻ ഇന്നിംഗ്സിൽ ഉണ്ടായില്ല എന്നത് ഏറെ നിരാശപ്പെടുത്തുന്ന കാര്യമാണ്. 7ാം വിക്കറ്റിൽ ദുബെയും അക്ഷറും ചേർന്നെടുത്ത 35 റൺസാണ് ഇന്ത്യൻ നിരയിലെ ഏറ്റവും വലിയ കൂട്ടുകെട്ട്. 12 ഓവറാവുമ്പോഴേക്കും ഇന്ത്യ 6 വിക്കറ്റിന് 100 റൺസിലേക്ക് കൂപ്പുകുത്തി കഴിഞ്ഞിരുന്നു. അവിടുന്നങ്ങോട്ട് ജയം അസാധ്യമായിരുന്നു. 3 വീതം വിക്കറ്റുകൾ വീഴ്ത്തിയ മാത്യു ഹൊള്ളാർഡും മാത്യു ഹംഫ്രീസുമാണ് ഇന്ത്യൻ ബാറ്റിംഗ് നിരയുടെ കഥ കഴിച്ചത്. അവസാന 7 ബോൾ ബാക്കി നിൽക്കെ ഇന്ത്യയുടെ ഇന്നിംഗ്സ് 148 റൺസിൽ അവസാനിച്ചു. ഇതൊരു വെറും തോൽവി മാത്രമല്ല, ഇന്ത്യൻ ക്രിക്കറ്റിന്റെ ആത്മവിശ്വാസത്തിന് നേരെയുണ്ടായ വലിയൊരു തിരിച്ചടി കൂടിയാണ്. ടീമിലെ ഓരോ കളിക്കാരും ഉത്തരവാദിത്തം കാണിക്കേണ്ടിയിരുന്നു. സഞ്ജു സാംസണും ശ്രേയസ് അയ്യരും ഇഷാൻ കിഷനും അടക്കമുള്ള മുൻനിര താരങ്ങൾ ക്രീസിൽ നിലയുറപ്പിക്കാൻ പോലും ശ്രമിച്ചില്ല എന്നത് ആരാധകരെ വലിയ രീതിയിൽ നിരാശപ്പെടുത്തുന്നുണ്ട്. ഒരു തുടക്കക്കാരന്റെ ആവേശത്തോടെ അല്ലാതെ ഉത്തരവാദിത്തത്തോടെ ബാറ്റ് ചെയ്യാൻ ആരും തയ്യാറായില്ല. ബോളിംഗിലെ പോരായ്മകൾ പരിഹരിക്കാൻ ക്യാപ്റ്റൻ ശ്രേയസ് അയ്യർക്ക് സാധിച്ചില്ല എന്നതും എടുത്തു പറയേണ്ടതുണ്ട്. അക്ഷർ പട്ടേലും അർഷദീപ് സിംഗും വിക്കറ്റുകൾ വീഴ്ത്തിയെങ്കിലും മധ്യ ഓവറുകളിൽ റണ്ണൊഴുക്ക് തടയാൻ അവർക്ക് കഴിഞ്ഞില്ല. ഹർഷിത് റാണയുടെ മടങ്ങിവരവ് മാത്രമാണ് ഇന്ത്യൻ ടീമിന് ചെറിയൊരു ആശ്വാസം നൽകിയ ഏക കാര്യം. എന്നാൽ ഫീൽഡിംഗിൽ കാണിച്ച അലംഭാവം മത്സരഫലത്തെ സാരമായി ബാധിച്ചു. നിരവധി പിഴവുകൾ വരുത്തിയ ഫീൽഡിംഗ് യൂണിറ്റ് ഐറിഷ് താരങ്ങൾക്ക് അനായാസം റൺസ് നേടാൻ അവസരമൊരുക്കിക്കൊടുത്തു. ക്യാച്ചുകൾ നഷ്ടപ്പെടുത്തിയത് ഉൾപ്പെടെയുള്ള പിഴവുകൾ വലിയൊരു ടോട്ടലിലേക്ക് അയർലൻഡിനെ എത്തിക്കുന്നതിന് കാരണമായി. ഇന്ത്യൻ ബാറ്റിംഗ് നിരയുടെ ഈ തകർച്ചയ്ക്ക് കാരണം സാങ്കേതികമായ പിഴവുകളാണോ അതോ അമിത ആത്മവിശ്വാസമാണോ എന്നത് വലിയൊരു ചോദ്യമാണ്. ലോക ചാമ്പ്യന്മാർ എന്ന ലേബലിലെത്തിയ ടീമിന് ഐറിഷ് മണ്ണിൽ ഇങ്ങനെയൊരു അനുഭവം ഉണ്ടാകുമെന്ന് ആരും കരുതിയിരുന്നില്ല. വിക്കറ്റുകൾ വീഴുന്നതിനിടയിൽ ബാറ്റിംഗ് ഓർഡറിൽ മാറ്റങ്ങൾ വരുത്താനുള്ള തീരുമാനം പോലും വിജയിച്ചില്ല. പ്രത്യേകിച്ച് മധ്യനിരയിലെ തകർച്ച ടീമിനെ വലിയ പ്രതിസന്ധിയിലാക്കി. ഓരോവറുകളിൽ റൺസ് കണ്ടെത്താൻ പാടുപെട്ട ബാറ്റർമാർ വലിയ ഷോട്ടിന് ശ്രമിച്ചാണ് വിക്കറ്റുകൾ വലിച്ചെറിഞ്ഞത്. ഇത് അച്ചടക്കമില്ലാത്ത ബാറ്റിംഗ് പ്രകടനമായിരുന്നു എന്ന് പറയാതെ വയ്യ. ഇനി അടുത്ത മത്സരത്തിൽ എന്തു മാറ്റമായിരിക്കും ശ്രേയസ് വരുത്തുക? ബൌളിംഗ് നിരയിൽ മാറ്റങ്ങൾ ഉണ്ടാകുമോ അതോ ബാറ്റിംഗ് ഓർഡറിൽ എന്തെങ്കിലും മാറ്റങ്ങൾ വരുത്തുമോ? ഇതെല്ലാം ആരാധകരുടെ മുന്നിലുള്ള വലിയ ചോദ്യചിഹ്നങ്ങളാണ്. എന്തായാലും UKയിലെ ഈ പരാജയം ഇന്ത്യൻ ക്രിക്കറ്റിന് വലിയൊരു പാഠമാണ്. കളി എപ്പോഴും നമ്മൾ വിചാരിക്കുന്നത് പോലെ പോകണമെന്നില്ല. ഐറിഷ് ടീം അവർക്ക് കിട്ടിയ അവസരം കൃത്യമായി വിനിയോഗിച്ചു. അവരെ അഭിനന്ദിച്ചേ പറ്റൂ. ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം അടുത്ത മത്സരം ഒരു മസ്റ്റ് വിൻ ഗെയിമാണ്. ജയിച്ചാൽ പരമ്പര സമനിലയിലാക്കാം, തോറ്റാൽ വലിയൊരു നാണക്കേടായിരിക്കും അത്. ഇന്ത്യൻ ടീം ശക്തമായി തിരിച്ചുവരുമെന്ന് തന്നെയാണ് ആരാധകർ പ്രതീക്ഷിക്കുന്നത്.
ഈ തോൽവിയിൽ നിന്ന് പാഠം ഉൾക്കൊണ്ട് കൂടുതൽ കരുത്തോടെ അവർ വരുമെന്ന് വിശ്വസിക്കാം. ക്രിക്കറ്റ് അനിശ്ചിതത്വങ്ങളുടെ കളിയാണ്. ആ അനിശ്ചിതത്വം തന്നെയാണ് ഈ മത്സരത്തിലും നമ്മൾ കണ്ടത്. ആവേശകരമായൊരു തിരിച്ചുവരവിനായി നമുക്ക് കാത്തിരിക്കാം. ഇനി എന്റെ ചോദ്യം നിങ്ങളോടാണ്. ഇന്നത്തെ ഈ തോൽവിക്ക് പ്രധാന കാരണം എന്താണെന്ന് നിങ്ങൾ കരുതുന്നു? ബൌളർമാരുടെ പിഴവാണോ അതോ നമ്മുടെ ബാറ്റിംഗ് നിരയുടെ ഉത്തരവാദിത്തമില്ലായ്മയാണോ? നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്താണെന്ന് താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ക്രിക്കറ്റ് ലോകത്തെ പുതിയ വാർത്തകൾ വേഗത്തിൽ അറിയാൻ ഫാസ്റ്റ് ക്രിക്കറ്റ് മലയാളം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. നിങ്ങളുടെ പ്രിയപ്പെട്ട താരം ആരാണെന്ന് താഴെ കമന്റ് ചെയ്യൂ. പുതിയൊരു ക്രിക്കറ്റ് വാർത്തയുമായി അടുത്ത വീഡിയോയിൽ കാണാം.